ജേക്കബ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യുന്നത്. വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഒരു ആദ്യമായിട്ട് വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, എങ്ങനെയൊക്കെ ആവും എന്നുള്ളത്. എല്ലാവരും യാത്ര ചെയ്തിട്ടുണ്ടാകും, എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. നമ്മുടെ ട്രെയിനിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 8:28 നമ്മൾ എറണാകുളം നോർത്ത് ഇവിടെ നിന്നൊക്കെ വീട്ടിൽ നിന്ന് ചാടിപ്പിടിച്ച് കയറി അവിടെ എത്തിയപ്പോൾ ഏകദേശം 8:10 എങ്കിൽ കൂടി 8:20 തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ വരുന്നതാണ് കാണുന്നത്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഇപ്പോഴും നമ്മളുടെ ഇവിടുത്തെ ആൾക്കാരുടെ കൾച്ചർ ഇപ്പോഴും മാറിയിട്ടില്ല. പൊതുവെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ ട്രെയിനിൽ നിന്ന് ആൾക്കാർ ഇറങ്ങാൻ കാത്തു നിൽക്കാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ വേണ്ടി ഇടിച്ചു കയറുന്ന സ്ഥിതിവിശേഷമാണ് ഈ വണ്ടിയിലെല്ലാം തന്നെ ഉള്ളത്. അതിപ്പോൾ ഏത് ട്രെയിനായാലും ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും കാണിക്കുന്നത്. അങ്ങനെ അവൻ പതുക്കെ എത്തി. ഇനി നമുക്ക് ട്രെയിനിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചയിലേക്ക് പോവാം. ട്രെയിനിൻ്റെ ഉള്ളിൽ ഒരു ഓട്ടോമാറ്റിക് ഡോറാണുള്ളത്. കയറുന്നതിന് വേണ്ടി മുകളിൽ സെൻസർ സെൻസ് ചെയ്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അങ്ങനെ കയറുന്ന സമയത്ത് C5 എന്ന കോച്ചിലാണ് എനിക്ക് റിസർവേഷൻ ബുക്ക് ചെയ്തിരുന്നത്. 32ാമത്തെ സീറ്റ് നമ്പറാണ്. ഈ സീറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും അരിയത്തുള്ള സീറ്റ് നമ്പറാണ്. ഇതിനകത്ത് ഇൻക്ലൂഡിങ് ഫുഡ് കൂടി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നോൺ വെജാണ് ബുക്ക് ചെയ്തിരുന്നത്. പുറത്ത് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. ഫുഡിൻ്റെ അകത്ത് നമുക്ക് ആദ്യം വന്നത് ചായയാണ്. ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളം കൊണ്ടുവന്ന് തരും. അതിനകത്ത് പഞ്ചസാര, കാപ്പിപ്പൊടി, പിന്നെ പാൽപ്പൊടി, ഇത് മൂന്നും ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ കഴിച്ചാൽ മതി. ചായ ആയിട്ടല്ല വരുന്നത്, സെപ്പറേറ്റ് ആണ്. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെജാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. 3 ഇടിയപ്പം, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന മഞ്ഞ കളറിൽ കാണുന്നത് കേസരിയാണ് കേട്ടോ. കേസരിയാണ് കാണുന്നത്. പിന്നെ അതുകൂടാതെ മുട്ടക്കറി ഉണ്ട്. മുട്ടക്കറി കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ആയിട്ടുള്ള മുട്ടക്കറിയാണ്. പിന്നെ ഒരു ലോട്ടോ ചോക്കോപ്പയുടെ ഒരു ചെറിയൊരു ക്രീമി ബിസ്ക്കറ്റ് ഉണ്ട്. പാൽപ്പൊടി, പഞ്ചസാര, ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഒരു മാംഗോ ജ്യൂസ് ഉണ്ട്. പിന്നെ ഒരു കുപ്പി വെള്ളം. പിന്നെ നമുക്കൊരു ന്യൂസ് പേപ്പർ വായിക്കാൻ തരും കേട്ടോ. നമുക്ക് നമ്മുടെ സീറ്റിൻ്റെ അവിടെ തന്നെ ന്യൂസ് പേപ്പർ ഉണ്ടാവും. മാതൃഭൂമിയുടെ ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. നോൺ വെജ് ആണെന്നും പറഞ്ഞിട്ട് ചിക്കനും മട്ടനൊന്നും അതിനകത്ത് കിട്ടത്തില്ല. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കിട്ടുന്നത്. കുഴപ്പമില്ല, എന്നാലും പൈസക്ക് ഒരു വെറുത്തുണ്ട്. 1119 രൂപയാണ് എനിക്ക് ടിക്കറ്റ് ചാർജ് ആയത്, കൊച്ചി ടു കണ്ണൂർ. അത് തത്കാൽ വഴി ബുക്ക് ചെയ്ത് കൊണ്ടിട്ട് കൊച്ചി ടു കണ്ണൂർ, അതാണ് ടിക്കറ്റ്. വാഷ് ബേസിനൊക്കെ അത്യാവശ്യം നല്ല വാഷ് ബേസിനാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുകൂടാതെ ഏത് ട്രെയിനിലെ ടോയ്ലറ്റ് ആണെങ്കിലും യൂസിങ് മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ എല്ലാ ടോയ്ലറ്റും കച്ചറയായി തന്നെയാണ് നമ്മൾ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഈവൻ നമ്മുടെ എത്ര ഹൈ ലൈഫിൽ കൊണ്ടുവന്നാലും ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ നന്നായിട്ട് അറിയത്തില്ല. കാര്യം പല ആൾക്കാരും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് മോശമായിട്ട് തന്നെയാണ്. പിന്നെ ഹാൻഡ് വാഷ് ഉണ്ട്, ചെറിയ ലിക്വിഡ് സോപ്പ് അതിനകത്തുണ്ട്. അതുകൂടാതെ കൈ ഉണക്കാനുള്ള ഹാൻഡ് ഡ്രയർ ഉണ്ട്. പിന്നെ ഇതിനകത്ത് പുതിയ ടൈപ്പ് ഫ്ലഷിങ് സിസ്റ്റമാണ് ടോയ്ലറ്റിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ വലിക്കുകയൊന്നും ചെയ്യണ്ട, നിൽക്കുകയും ചെയ്യേണ്ട. ജസ്റ്റ് ഒരു ടച്ച് ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വാക്വമായിട്ട് എയർ വലിച്ചിട്ടാണ് ഇതിൻ്റെ ഫ്ലഷിങ് സിസ്റ്റം എല്ലാം. പൊതുവെ AC സ്ലീപ്പറിലൊക്കെ എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ് ഉള്ളത്. കുറച്ചുകൂടി പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ ക്യാബിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ പുറത്ത് വാഷ് ബേസിനില്ല, അകത്ത് മാത്രമേ ഇതിനകത്ത് വാഷ് ബേസിനുള്ളൂ. നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച്, ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ അതുകൂടാതെ നമുക്ക് കാല് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു സാധനം ഇതിനകത്തുണ്ട്. കാല് നീട്ടി വെക്കുകയോ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയോ എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാം. അങ്ങനത്തെ ഒരു സാധനം കൂടി സീറ്റിൻ്റെ താഴെയായിട്ട് ഇതിനകത്ത് ഈ സീറ്റിൻ്റെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, കുറച്ചുകൂടി നല്ല അടിപൊളിയാണ്. ഇങ്ങനെ പുറത്ത് അന്തരീക്ഷമൊക്കെ നല്ല അടിപൊളി അന്തരീക്ഷമല്ലേ. അന്തരീക്ഷമൊക്കെ ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാം.
അത്യാവശ്യം നല്ല സ്പീഡുണ്ട് കേട്ടോ. 55 കിലോമീറ്റർ സ്പീഡ് മുതൽ അവിടെ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും 2 സ്ക്രീൻ ഉണ്ടാവും. അതിനകത്ത് സ്പീഡും അടുത്ത സ്റ്റോപ്പും സ്റ്റേഷനും എല്ലാം കാണിക്കുന്നുണ്ട്. ഇതിൽ ഏകദേശം 55 കിലോമീറ്റർ മുതൽ 110 വരെ നമുക്കവിടെ കാണാൻ പറ്റിയായിരുന്നു. അത് തന്നെ ആയിരിക്കണം ഏകദേശം സ്പീഡ്. പക്ഷെ സ്പീഡ് നമ്മൾ അറിയില്ല കേട്ടോ. ഈ യാത്രയിൽ നമ്മൾ എത്ര സ്പീഡിലാണ് പോകുന്നതെന്നൊന്നും നമ്മൾ അറിയില്ല. വളരെ സൈലൻ്റായിട്ടും നല്ല വൃത്തിയായിട്ടും പോകുന്നൊരു ഇതാണ്. പിന്നെ ഇങ്ങനെ ഒരു എമർജൻസി സംഭവമുണ്ട്. അതായത് നമുക്ക് ലോക്കോ പൈലറ്റിനോട് നമുക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്രസ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം, എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ. ചുമ്മാ വിളിച്ചു പോകാൻ പറ്റില്ല. പിന്നെ അതുകൂടാതെ അതിൻ്റെ ഡോറിൻ്റെ സൈഡിൽ എമർജൻസി ആയിട്ട് ആ ഡോർ ഓപ്പൺ ആക്കുന്ന ഒരു സിസ്റ്റം കൂടി ഉണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഡോറാണല്ലോ, അതുകൊണ്ടിട്ടാണ് അങ്ങനെ അത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കണ്ണൂർ ഏകദേശം എത്താനായി. കണ്ണൂരെത്തി. നമ്മളിപ്പം ഏകദേശം 12:20 ആയപ്പോഴത്തേക്കും നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. വളരെ നല്ലൊരു യാത്രയായിരുന്നു വന്ദേ ഭാരതിലുള്ള യാത്ര.